ഇത് തന്നെ വല്ല സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യോ? വെറുതെ നാട്ടിൽ കിടക്കുന്ന ശവപ്പറമ്പ് കാണിച്ച് ഇയാളെപ്പോലുള്ള കുറെ നോക്കുകുത്തികളുടെ കൂടെ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് അങ്ങ് കളിക്കാം എന്നൊക്കെ നിങ്ങൾ പറയൂ. പിന്നെ ഇതുകൊണ്ട് 10 പൈസയുടെ പ്രയോജനമൊന്നുമില്ലല്ലോ. പ്രതിഫലമായിട്ട് എന്തോ തരും? തന്റെ ചത്തുപോയ അപ്പന്റെ പ്രതിമയുടെ കഷ്ണങ്ങളോ? സോറി സോറി അനിൽജി, കുഴപ്പമാക്കരുത്. ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഇനി പ്രതിഫലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ അടുത്ത് തരാൻ വേറെ ഒന്നുമില്ല. പക്ഷെ അനിലെ, ഇവരെ നിങ്ങൾ തോൽപ്പിക്കുകയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ പേരിലുള്ള പറമ്പ് ആദ്യം ഞാൻ അങ്ങോട്ട് എഴുതിത്തരാം. എനിക്കിവര് വിശ്വാസാ. ഇവരാ മണ്ണി കുറിച്ചുണ്ടായതാ. ഇവര് നേടും. അതല്ല ജയിച്ചു കൊണ്ടാൻ പറ്റെങ്കിൽ നീ കൊണ്ടായിക്കോ. ആ പറമ്പേ എന്റെ അപ്പന്റെ ജീവിതാ, ഞങ്ങളുടെ ജീവനാ. ജീവൻ വെച്ചിട്ട് തന്നെ ഞങ്ങൾ കളിക്കണേ. എന്ത് വിലയോടെ തന്നെ ഞങ്ങൾ ജയിച്ചിരിക്കും. നീ ടെൻഷൻ അടിക്കണ്ട ജോർജ്, നമ്മൾ ജയിച്ചിരിക്കും. നിങ്ങളുടെ കൂടെ കളിക്കാൻ ഈ പീറ്റർ നല്ല കിടിലൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. നീ അറിയിക്കട്ടാ. ഇവനോടൊക്കെ സംസാരിച്ചാലേ വാടാ ജോർജ്, വാ പോവാം. എവിടെ വാ പോവാം. നിന്റെ പെർഫോമൻസ് കിടിക്കേണ്ട പീറ്ററെ. എത്ര സിമ്പിളായിട്ടാ നമ്മൾ കണ്ട് കളിച്ചു വളർന്ന മത്തായി പറമ്പ് തട്ടിയെടുക്കാൻ. നിങ്ങൾ കളിക്കണ കളിയുണ്ടല്ല, കലക്കണുണ്ട്. ജോർജ്, നീ എന്തിട്ട് പറയണേ? ഞാൻ എന്റെ അപ്പന്റെ സ്ഥിര ബുദ്ധിയില്ലാത്ത പാവൻ ജോസഫേട്ടനെ പറമ്പിന് വേണ്ടിട്ട് തന്നെയല്ലടാ നീ കൊന്നത്. എന്നിട്ട് അവന്റെ അമ്മയുടെ പന്തയം വെക്കല്. ജോർജ്, നീ വെറുതെ ഓരോന്ന് പറഞ്ഞു. ആ പാവൻ ജോസഫേട്ടൻ ചത്തപ്പോ ഇതൊന്നും ആരും അറിയില്ല നീ കരുതിയ? ജോർജിന്റെ കയ്യിൽ നിന്നെ കൊടുക്കാനുള്ള സാധനം തിരികിട്ടടാ ജോസഫേട്ട പോയത്. ഇത് കണ്ട, ലോകത്ത് നിനക്ക് മാത്രമുള്ള കുപ്പായത്. രണ്ടേക്കർ പറമ്പണത്. അതായത് ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കിയാൽ ഒരു 10-20 കോടി രൂപയുടെ മുതലാ. പല കളിയും ഞാൻ കളിച്ചു നോക്കി. പള്ളി ചെന്ന് അവകാശം പറഞ്ഞു നോക്കിയപ്പോ ജോർജിയൻ ടീംസ് ഒരു ജാതി ഷോ. എന്നാ പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി പറമ്പിനെ പറ്റി അന്വേഷിക്കാൻ കരുതിയപ്പോ ജോർജിനോട് ഒരു വാക്ക് പറയണമെന്ന്. ഏത്? എന്റെ അപ്പന്റെ പേരുള്ള പറമ്പിനെ. എന്നാ പിന്നെ നിയമപരമായി നോക്കിക്കൂടെ? എടാ, അതല്ലേ പ്രശ്നം. മഹാനായ എന്റെ അപ്പൻ എഴുതി വെച്ചേക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. ഈ പറമ്പ് കബഡിക്കോ മറ്റു കായിക പരിപാടികൾക്കോ അല്ലാതെ ക്രയവിക്രയം ചെയ്യാൻ പാടില്ല. അതിന് ഈ കബഡി ടൂർണമെന്റ് എന്നൊക്കെ പറഞ്ഞേ ഈ ഹോപ്പ്ലെസ് ആൾക്കാരെയൊക്കെ വെച്ച് ടൂർണമെന്റ്. ഇവന്മാരെ വെച്ചിട്ട് നമ്മളൊരു ടീം ഉണ്ടാക്കും. ആ ടീമുമായിട്ട് നല്ല ഇന്റർനാഷണൽ പ്ലേയേഴ്സുമായിട്ട് നമ്മളൊരു മത്സരം അങ്ങോട്ട് വെക്കും. ടൂർണമെന്റ് ജയിക്കുന്നവർക്ക് ട്രോഫി ആയിട്ട് ഈ പറമ്പ് സമ്മാനമായിട്ട് വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നമ്മളങ്ങോട്ട് എത്തിക്കും. നമ്മളിറക്കുന്നത് നല്ല ഒന്നാന്തരം പ്ലേയേഴ്സിനായിരിക്കും. അപ്പൊ ജയിക്കുന്ന ആരായിരിക്കും ഊഹിക്കാലോ. അപ്പൊ ജയിക്കുന്നവർക്ക് ഈ പറമ്പ് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ അപ്പങ്ങണാപ്പൻ എഴുതി വെച്ച ക്ലോസ് തെറ്റൊന്നുമില്ല. എങ്ങനെ? മനസ്സിലായ? കൊള്ളാവല്ലോടാ വീട്ടറെ. എങ്ങനെയാടാ ഇങ്ങനൊരു സന്തതി ഉണ്ടായത്? ഈ ജോസഫ് ജീവിച്ചിരിക്കുമ്പോ ഈ പറമ്പ് നിനക്ക് കിട്ടില്ല. ഞാൻ നടന്ന എല്ലാരോടും പറയും. താൻ ഇവിടെ പ്രാന്ത. താൻ പറഞ്ഞ ആര് വിശ്വസിക്കാനാ? വിശ്വസിക്കൂടാ. ജോസഫിന്റെ പ്രാന്ത് ജോർജിന് മനസ്സിലാവും. വിടില്ലെന്നില്ല ഞാൻ. ജോർജ്, 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 അയ്യോ, അയ്യോ, ജോർജ്, അയ്യോ. നിന്നെ പിടിച്ച് പോലീസിലേപ്പിക്കാൻ അറിയാനിട്ടല്ല. നിനക്കൊക്കെ വലിയ പിടിപാടല്ലേ? ഊരിപ്പോരും, പിന്നെ നമ്മടെ മെക്കെട്ട് കയറും. അതുകൊണ്ട് ആദ്യം നീ പറഞ്ഞ കളി. ഉമ്മക്ക് വേണമെങ്കിൽ കളിക്കേണ്ട നൈസായിട്ട് ഇറങ്ങിപ്പോവാ. നിന്റെ ഒരു പദ്ധതി നടക്കില്ല. പക്ഷെ നമ്മള് കളിക്കും. അത് നിന്റെ അപ്പം മത്തായുടെ പറമ്പിന് വേണ്ടിട്ടല്ല. ഇപ്പൊ നമ്മുടെ ജോസഫേട്ടന് ഓർക്കണ മണ്ണാണത്. അതിനു വേണ്ടി നമ്മൾ കളിക്കും. നീ നേരത്തെ പറഞ്ഞല്ലോ ഇവൻ ജയിച്ച പറമ്പെഴുതി കൊടുക്കാന്ന്. നീ ആ കളി തിരിച്ചാ വെച്ചോ. ആ വെല്ലുവിളി ഈ ജോർജ് ഏറ്റെടുക്കുക. നീ മത്തായിക്ക് തന്നെ ഉണ്ടായതാണെങ്കി
ആ കണ്ടീഷനില് നമുക്കൊരു കളിയാ കളിക്കാം. ഞാൻ പറഞ്ഞ തന്നെ ഇനിയിപ്പോ ഇതൊരു വാശിയായ സ്ഥിതിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാൻ ഞാൻ കൊണ്ടൊന്നും പിള്ളേരുണ്ടാവില്ല. വേണ്ട, നീ നേരത്തെ നാവാടിയില്ലേ, അതുപോലെ ആ മണ്ണിൽ കുറിത്ത് നമ്മളെ തോപ്പിച്ചിട്ട് നിനക്ക് ആ പറമ്പ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടോ. ജയിക്കണത് ഞങ്ങളാണെങ്കിൽ പിന്നെ മത്തായി പറമ്പിന്റെ കണ്ണോട്ടത്ത് നിന്നെ കണ്ട പീട്ടറെ നിന്റെ നെഞ്ചത്ത് കബഡി കളിക്കും ജോർജ്.